ഒരു വിവാദമൊന്നുമില്ല. ഒന്നുമില്ല, എന്ത് വിവാദം? പുള്ളി ഏതോ ജന്മങ്ങളിൽ ജീവിച്ച് വെച്ച ക്യാരക്ടറുകളാണ് പുള്ളി അഭിനയിക്കണേന്ന് തോന്നിപ്പോവുക. ഇപ്പൊ ഏറ്റവും ഹിറ്റടിച്ചത് തുടരും. തുടരും. എനിക്കറിയാം ലാലേട്ടന്റെ അത് പേര് തുടരട്ടെ. തുടരം കണ്ടിട്ട് ഈ തോടെയും പേപ്പറൊക്കെ വലിച്ചു കയറി. ഹിറ്റ്ലറിന്റെ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ശോഭന എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ പല പോസിറ്റീവുകളും കണ്ടതുകൊണ്ടാണല്ലോ ഞാൻ കല്യാണം ഇപ്പൊ ആലോചിക്കും ഞാൻ ആരുടെ കൂടെ ഈ അഭിനയിച്ചത്. അന്നെന്ന് പറയുമ്പോൾ അതൊന്നും ആലോചിക്കില്ല. നമുക്ക് വന്ന് വരുന്നു, ഞാൻ അഭിനയിക്കുന്നു, അത്രയാ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിൽ ഞാനാണ് ഈ പാടുന്നത്. സ്റ്റാർ സ്റ്റാർ മെഗാ സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അവിടെ നിന്നാണ് ഈ മെഗാസ്റ്റാർ ചിരഞ്ജീവി. മലയാളത്തിൽ കോമഡിക്ക് പഞ്ഞമില്ല, കോമഡി ആർട്ടിസ്റ്റുകൾക്ക് പഞ്ഞമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ചെയ്യുന്ന കോമഡിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതായിരിക്കാം എനിക്ക് ലാലേട്ടനെ എതിർക്കുന്ന പോലത്തെ ക്യാരക്ടർ മതി. ഇപ്പോ കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ സിദ്ദിഖ് ലാലും തന്നെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. കാരണം അവർ രണ്ടുപേരും ഡയറക്റ്റ് ചെയ്ത പടമാണല്ലോ ഞാൻ മാന്നാർമത്തായി ചെയ്തത്. ഒറ്റ കാര്യം ചോദിച്ചാൽ വിവാദമല്ല, രാഷ്ട്രീയത്തിലേക്ക് വല്ലതും പോകുന്നുണ്ട്? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. ഒന്നും പറയാനില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വാണി ചേച്ചിയാണ്. ചേച്ചി ആസാദി സിനിമയിലാണ്. എനിക്കൊന്ന് ആസാദി സിനിമയിൽ ജോയിൻ ചെയ്യാൻ ആദ്യം ഇന്റർവ്യൂ ഞാൻ എടുത്തു. കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു പറഞ്ഞു. ആ ഒരു ഭാഗ്യം നിർഭാഗ്യം ഭാഗ്യം എനിക്ക് കിട്ടിയ ആളാ. വീണ്ടും ആസാദി സിനിമയിൽ റിലീസിനെത്തിയിരിക്കുന്നു. ആസാദി സിനിമ സൂപ്പർ സിനിമയാണ്. ഞാൻ കണ്ടതുകൊണ്ട് പറയുന്നു സൂപ്പർ സിനിമയാണ്. ഇനി പ്രേക്ഷകരാണ് ഏറ്റെടുക്കേണ്ടത്. 23-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നല്ല വിശേഷം. ഇനി ഒരു നല്ലൊരു പടം വരാൻ, ഇതിന് ശേഷം റൈഫിൾ ക്ലബിന് ശേഷം അടുത്തൊരു പടം വരാൻ പോകുന്നു അറിയുമ്പോൾ സന്തോഷം. അത് നല്ലൊരു ക്യാരക്ടറായിട്ട് മലയാള പ്രേക്ഷകരുടെ അടുത്തേക്ക് വീണ്ടും എത്തുമ്പോൾ വളരെ വളരെ സന്തോഷം. മലയാള സിനിമയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു നടിയാണ് ആക്ഷൻ രംഗങ്ങളിൽ. അത് മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു നടിയായിരുന്നു. പക്ഷെ ആക്ഷനിലൊക്കെ മാറി, പിന്നെ ഒന്ന് മാറി വീട്ടുകാരെയൊക്കെ നോക്കി അങ്ങ് ഒന്ന് ഒതുങ്ങി കൂടി, പിന്നെ അവിടെയൊക്കെ അഭിനയമൊക്കെ ആയിട്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. ചേച്ചി എങ്ങനെ ഇരുന്നു ഇത്ര നാൾ ഒരു സിനിമയിൽ അഭിനയിക്കാതെ? മക്കളുടെ കാര്യം മാത്രമല്ല, സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സിനിമയുടെ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ സിനിമ കാണുന്നു, സിനിമയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയേക്കാൾ സന്തോഷം തരുന്ന ഒരു ഇതായിരുന്നു കുട്ടികളായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് കുറച്ച് നാൾ മാറ്റിവെച്ചു എന്നുള്ളൂ. ആസാദിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ആസാദി കുറേ നാളിന് ശേഷം കുറേ കഥകൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡയറക്ടറും അതിൻ്റെ റൈറ്ററും കൂടിയിട്ട് എന്നെ വിളിച്ചിങ്ങനെ കഥയുടെ കാര്യം പറഞ്ഞു. അപ്പം എനിക്ക് കേട്ടപ്പോൾ എനിക്കതിലൊരു നല്ലൊരു ത്രില്ലും നല്ലൊരു ട്വിസ്റ്റൊക്കെ തോന്നി. പിന്നെ ഞാൻ അഭിനയിക്കാൻ എനിക്കിഷ്ടപ്പെടുന്ന, എപ്പോഴും ബാബുവേട്ടൻ പറയും, എനിക്ക് ഈ ഫാമിലി ഒന്നും വന്നാൽ പോവില്ല, അവൾ അടിപിടി പടം, പോലീസ് ഓഫീസർ, അങ്ങനെയുള്ളൊരു പടം വന്നാലേ അവളും ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടറിനോട്. അങ്ങനെ ചെയ്തതാണ്, ചെയ്യാന്ന് വിചാരിച്ചാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി ചെയ്തു വെച്ച സിനിമകൾ, ആക്ഷൻ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതിപ്പം ബാബുച്ചേട്ടൻ പറഞ്ഞ വേറൊരു സിനിമയും ചെയ്തിട്ട് ചേച്ചി ചെയ്തുകൊണ്ട് ആളുകളെ ഏറ്റെടുക്കുന്നില്ല. ചേച്ചിയെ കാണുന്നത് മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ലേഡീസ് കാണുന്നത് ചേച്ചി ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള നിലയിലേക്കാണ്. ആക്ഷൻ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരു ചലഞ്ച് ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ് ആക്ഷൻ എന്ന് വെച്ചാൽ? ചലഞ്ച് അല്ല, ആക്ച്വലി ഞാൻ തെലുങ്കില് ഞാൻ ഗ്ലാമർ ക്യാരക്ടറുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയശാന്തി മാമാണ് ഇങ്ങനത്തെ ക്യാരക്ടർ. അപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ഇതുപോലത്തെയൊക്കെ ക്യാരക്ടർ. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് വന്നിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ചെറിയ ക്യാരക്ടറുകളൊക്കെ ഇതുപോലൊരു അടിപൊളി ക്യാരക്ടറുകളൊക്കെ ചെയ്തു. പിന്നെ കിങ്ങിന് ശേഷം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു അടിപൊളി ക്യാരക്ടറുകൾ ചെയ്യാൻ നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പിന്നെ അങ്ങനത്തെ ഒരു വേഷം വന്ന് ട്രൂത്ത് ചെയ്തു. അങ്ങനെ ഇൻഡിപെൻഡൻസ്, അങ്ങനെയുള്ള ചില ക്യാരക്ടറുകൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ
വിജയശാന്തി മാമിൽ നിന്നാണ് ഞാനും ആഗ്രഹിച്ച് ക്യാരക്ടർ വന്നു. അതെനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു പേര് കിട്ടിയതിൽ വളരെ സന്തോഷം. അല്ല, കേരളത്തില് കാരണം മറ്റുള്ള ലാംഗ്വേജുകളിൽ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എല്ലാവരും. പക്ഷെ കേരളത്തിൽ ഒരു പെണ്ണ് ഫൈറ്റ് ചെയ്യുക, നടക്കാത്ത കാര്യങ്ങളൊക്കെ കേരളത്തിൽ എടുക്കാറില്ലല്ലോ. കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഈ കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ആ കിങ് സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണ് അല്ലേ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ആക്ടർ. എൻട്രിയും വരവൊക്കെ വല്ലാത്തൊരു സീനാണ്. തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന സീനുകളിലേക്ക് അതും ഏറ്റവും വലിയ ആളുടെ കൂടെ അഭിനയിക്കാണ്. മമ്മൂക്കാടെ ഒപ്പമാണ് നിൽക്കുന്നത്. ആ ഡയലോഗുകൾ കാരണം അപ്പൊ അഭിനയിക്കുമ്പോ അങ്ങനെ അഭിനയിച്ചു എന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെ ഈ അഭിനയിച്ചത്. അന്നെന്ന് പറയുമ്പോ അതൊന്നും ആലോചിക്കില്ല. മമ്മൂക്ക വന്നിട്ട് വരുന്നു, ഞാൻ അഭിനയിക്കുന്നു, അത്രയാ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോഴോ ഞാൻ അന്നൊക്കെ പേടിച്ച് നിൽക്കേണ്ടതായിരുന്നു അല്ലേ എന്നൊക്കെ ഇപ്പൊ ആലോചിക്കുക. പക്ഷെ അന്നൊരു പേടിയൊന്നുമില്ല, വരിക ഡയലോഗ് പറയുക അങ്ങനെയുള്ളൂ. പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ഞാൻ അഭിനയിച്ചോ എന്ന് ആലോചിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നു ആ സിനിമ ഈ പറഞ്ഞ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ച് ഇപ്പോൾ ആലോചിക്കുന്നു പറയും. അന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഭയമില്ലാതെ അഭിനയിക്കുന്നു. അന്നെന്ന് പറയുമ്പോൾ ആ ഒരു വയസ്സും ആ ഒരു ഇതും എന്താ പറയാ എല്ലാം കെയർലെസ് ആയിട്ട് കാണുന്ന ഒരു ഇതായിരുന്നു. അഭിനയിക്കുന്നു, ഓക്കെ, വലിയൊരു നടന്റെ കൂടെ അഭിനയിക്കുന്നു, ആ ഒരു സന്തോഷം ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എന്താണ് അന്നൊന്നും ഇപ്പൊ എനിക്ക് പേടിയാവുക. ഈ മമ്മൂക്കാടെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു ഭയപ്പാട് പോലും ഇല്ലാതെ അന്ന് ചെയ്തിരിക്കുന്നത് 100%. അതെ, മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യങ്ങൾ ഓർമ്മ വരുന്നു അന്ന് ചെയ്യുമ്പോ. വാണി എന്ന് പറയുന്ന ഒരു ചില ഡയലോഗ്സിന്റെ ട്രെൻഡ് ഒക്കെ, കാരണം ഞാൻ തെലുങ്കും വന്ന കാരണം കൊണ്ട് എനിക്ക് ചില ഡയലോഗിന്റെ ട്രെൻഡ് ഒക്കെ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തരാം. ഇത് ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും. അത് ചിലപ്പോ മമ്മൂക്കയേക്കാൾ മേലെ നിൽക്കുന്ന ട്രെൻഡ് ആയിരിക്കും, എങ്കിൽ പോലും പുള്ളി എനിക്ക് അതുപോലെ പറഞ്ഞു തന്നു, ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി ഡയറക്ടറിന്റെ കൈകളിലൂടെ പോയൊരു ആക്ടറാണ് അല്ലെ. തെലുങ്കിലാണെങ്കിലും തമിഴിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും മലയാളത്തിലാണ് എന്നും ഓർത്തു വെക്കുന്ന കുറെ ഡയറക്ടർമാരുണ്ടാവും. പക്ഷെ വാണി വിശ്വനാഥ് എന്ന ഒരാളെ ഒരു ബ്രേക്കിലേക്ക് കൊണ്ടുപോയ ഒരു ഡയറക്ടർ ആരാണ്? എനിക്ക് ഷാജി കല സാർ തന്നെയായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറും ഷാജി സാർ തന്നെയാണ്. ഞാൻ എവിടെ വേണമെങ്കിലും പറയും. കാരണം നമ്മളുടെ കയ്യിൽ അതങ്ങ് വിട്ടുതരും പുള്ളി. എന്നിട്ട് അതിൽ കാണുന്ന ചില തെറ്റുകൾ മാത്രം തിരുത്താൻ നോക്കും, അതുള്ളൂ. അല്ലാതെ നമുക്കൊരു ഇത് പറഞ്ഞു തരിക അങ്ങനെയൊന്നല്ല. നമ്മൾ വിട്ടു തരുമ്പോൾ വാണി ഇങ്ങനെ ചെയ്യാൻ ചെയ്തതെന്ന് പറയും. എന്നിട്ട് ഇത് വേണ്ട കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് ഷാജി കലാസ്. എനിക്ക് തോന്നുന്നു ഈ കിങ്ങിൻ തന്നെയായിരിക്കാം എൻ്റെ ഒരു മാന്നാർമത്തായി ഉണ്ട്. അത് പിന്നെ ഒരു വേറെ ടൈപ്പ് ഒരു കോമഡി പടം. പക്ഷെ ആ പടത്തിലുണ്ട് എല്ലാ ക്യാരക്ടറും ചെയ്യുന്ന ഓരോരോ ഒരു കള്ളിയായിട്ടാണുള്ളത്. ഒരു കള്ളി അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറാണ്. പക്ഷെ എങ്കിൽ പോലും ഇതായിരിക്കണം എനിക്കൊരു ബ്രേക്ക്, ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാനുള്ളൊരു ബ്രേക്ക് തന്നത് ഷാജി സാറിന്റെ പടം തന്നെയാണ്. മലയാളത്തിൽ ഒത്തിരി താരങ്ങൾ കൂടെ അഭിനയിച്ചു, തെലുങ്കിൽ അഭിനയിക്കുന്നു, കന്നഡയിൽ അഭിനയിക്കുന്നു. ഈ ഭാഷ വിട്ട് മലയാളത്തിൽ നിന്നും വിട്ട് അവിടെ അഭിനയിച്ചു, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാ ഭാഷകളും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഇവിടെ വന്നത്. പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് ചേക്കേറാൻ പോകുമ്പോഴും ആ ഒരു സ്വീകാര്യത എത്രമാത്രമാണ്? അല്ല, എവിടെയും ഞാനിപ്പോൾ അഭിനയിക്കുന്നപ്പോൾ തെലുങ്കിൽ പോയാലും വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാഗതം തന്നെയാണ് അവിടെ എല്ലാവർക്കും. പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറുകൾ ഇപ്പോൾ ഡാൻസിന് മുഖ്യത്വം, അങ്ങനെയുള്ള മുഖ്യത്വം കൊടുക്കുന്ന ക്യാരക്ടറുകളാണ് കൂടുതൽ തെലുങ്കിലൊക്കെ. തെലുങ്കും മലയാളമാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 50-60 പടത്തോളം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ അതിലൊക്കെ കൂടുതൽ നോക്കുമ്പോൾ ഒരു ലാസ്റ്റായി വരുമ്പോഴാണ് ഒരു പോലീസ് ഓഫീസറും അങ്ങനെ ഒരു ആക്ഷൻ മൂവീസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ബിഗിനിങ് മുഴുവൻ ഭയങ്കര ഡാൻസാണ്, ഒരു 6 പാട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ്. അവിടെ ഇപ്പൊ ഇവിടെ മമ്മൂക്കാനെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ മറ്റു നടന്മാരുണ്ടല്ലോ, അങ്ങനെ ഒരു ബ്രേക്ക് തന്ന ഒരു നടനാരായിരിക്കും? അതും പറയുകയാണെങ്കിൽ ചിരഞ്ജീവി സാറായിരിക്കണം. കാരണം പുള്ളിയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച പടം ഞാൻ കൊതമസിംഹം എന്ന് പറഞ്ഞ മൂവിയാണ്. അതിലൊരു പാട്ടുണ്ട്, അതിൽ ഞാനാണ് ഈ പാടുന്നത്, സ്റ്റാർ സ്റ്റാർ മെഗാ സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. അവിടെ നിന്നാണ് ഈ മെഗാസ്റ്റാർ ചിരഞ്ജീവി അങ്ങോട്ട് മാറിയത്. അപ്പം എനിക്ക് അതിലൊരു സന്തോഷമുണ്ട്, ഞാനാണല്ലോ പാടുന്നത്. അപ്പം അവിടെ നിന്ന് തൊട്ടാണ്. പിന്നെ പുള്ളിയുടെ കൂടെയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ബാലൻസും നമ്മൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അതുപോലെ ഇങ്ങനെ എടുത്ത് പൊക്കി നോക്കിയിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ, മൂമെന്റ്സ് ഒക്കെ വരുമ്പോൾ പുള്ളിയുടെ കൂടെ ധൈര്യമായിട്ട് ചെയ്യാം. ആൾ ഭയങ്കര ബാലൻസ് ആയിരിക്കും, പുള്ളി തന്നെയായിരിക്കും.
സിനിമകൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. സിനിമാ മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ. ഇപ്പം ആസാദിലേക്ക് എത്തിക്കുന്ന ആസാദി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമേനെ എല്ലാവർക്കും കഴിയുന്നുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ അതാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഡയറക്ടർമാരുണ്ട്. ഇതൊരു പുതുമുഖ ഡയറക്ടറാണ്, ഒരു പയ്യനാണ് അല്ലേ? ചേച്ചിയുടെ ഒക്കെ എക്സ്പീരിയൻസ് ഒരു സാധാ ഒരു പയ്യൻ ആ ഡയറക്ടറിന്റെ അടുത്തേക്ക് പോയി എന്നാണ്. ആ ഡയറക്ടറാണ് ആക്ഷൻ കട്ടും പറഞ്ഞത്. വാണി വിശ്വനാഥ് ഒരു ആക്ട്രസിന് മുമ്പിൽ ഒരു ആക്ഷൻ കട്ട് പറയുന്ന ആ ഡയറക്ടറാണ്. ആ ഒരു പുതുമുഖ ഡയറക്ടർ എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ്? അല്ല, പുതുമുഖ ഡയറക്ടർ അല്ല, വിഷയമുള്ള ഒരു ഡയറക്ടർ എന്നുള്ളതാണ് നമ്മളവിടെ ആലോചിക്കുന്നത്. അപ്പം ആ കഥയും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഈ പടം ചെയ്യാനുള്ള ഏറ്റവും സന്തോഷവും അത് തന്നെയാണ്. അതിൽ നമ്മൾ ആലോചിക്കുന്നത് പുതുമുഖ ഡയറക്ടർ എന്നല്ല, ആ പുള്ളിയുടെ കയ്യിൽ വിഷയമുണ്ടോ എന്നാണ് ഈ പടം ചെയ്യാനുള്ള ഇതുണ്ടോ. അത് തീർച്ചയായിട്ടും അസാധ്യമായിട്ട് ചെയ്തു. അസാധ്യമായി ഭയങ്കര പ്രാസമാണല്ലോ മലയാളത്തിൽ പ്രാസമൊക്കെ ഒപ്പിക്കുമല്ലേ? അങ്ങനെയൊന്നുമല്ല, അച്ഛനിലൂടെ കിട്ടിയതാണ്. അല്ല, അത് ഇതെന്റെ ടൈറ്റിലാണ്. ആസാദി അസാധ്യമായിട്ട് ചെയ്തു വാണി വിശ്വനാഥ്. പ്രാസം ഒപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലാൽ സാറിന്റെ കൂടെ അല്ലേ? സാറിന്റെ കൂടെ മുമ്പേ ചെയ്തിട്ടുണ്ട്, പടം ഒത്തിരി ചെയ്തിട്ടുണ്ട്. നാളുകൾക്ക് ശേഷമാണ് ചെയ്തത്. ഒത്തിരി നാളുകൾക്ക് ശേഷമായിരുന്നു നിങ്ങൾ കാണുന്നത് തന്നെ എനിക്ക് തോന്നുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, കാണുമ്പോൾ ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മുടെ സിദ്ദിഖ് സാറ് മരിച്ച ആ ഒരു സമയത്താണ്. അപ്പോൾ വളരെ ശോകം തന്നെയുള്ളൂ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ട്. അപ്പോൾ സുഖമാണോ? അതുള്ളൂ. അവിടെ നമുക്ക് സംസാരിക്കാനുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ലാൽജിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തമ്മിൽ ഒരു കോമഡി പറയാനോ ഒരു ഇത് പറയാനോ ഒന്നുമില്ല. ഞങ്ങൾക്ക് തമ്മിൽ ശോകമൂകമായിട്ടായിരുന്നു ഞങ്ങളുടെ സംസാരം. അത് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് നാൾ അപ്പോൾ കണ്ടതാണ്. ആക്ച്വലി ആസാദിയുടെ സെറ്റിൽ കണ്ടതാണ്. പിന്നെ ഓക്കെ ആയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമായിരുന്നു കാണുമ്പോൾ. കാരണം പുള്ളിയുടെ കൂടെ കാണുമ്പോൾ എപ്പോഴും സിദ്ദിഖ് സാറും ഉണ്ടായിരിക്കും. അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അദ്ദേഹത്തിന് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുള്ള ആളെ കണ്ടാലും പുള്ളി എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. സിദ്ദിഖ് ലാലും തന്നെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. കാരണം അവർ രണ്ടുപേരും ഡയറക്റ്റ് ചെയ്ത പടമാണല്ലോ ഞാൻ മാന്നാർ മത്തായി ചെയ്തത്. അപ്പോൾ ആളില്ലാത്തൊരു ലാൽജിയെ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം. മാന്നാർ മത്തായി എന്ന് പറഞ്ഞ ഒരു കോമഡി സബ്ജക്റ്റും കൂടിയാണ് അല്ലേ? രസകരമായി അവതരിപ്പിച്ചതാണ്. അത് നമുക്ക് ചെയ്യാമെന്ന് അതിനും ഒരു ധൈര്യം വേണം. വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. പല അല്ല, അപ്പൊ ആക്ഷൻ ചെയ്തിട്ടില്ല. ഗ്ലാമർ വേഷങ്ങൾ അപ്പുറം തെലുങ്കിന്ന് വന്നിട്ട് മലയാളത്തിൽ ഇത്ര ഒരു കോമഡി എന്നുള്ള സാധനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കാരണം എന്താ വെച്ചാൽ ഞാൻ സിദ്ദിഖ് സാറിന്റെ ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത്. അവരുടെ ഗോഡ് ഫാദറും അങ്ങനെയുള്ള മൂവീസൊക്കെ ഉണ്ട്. റാംജി റാവു സ്പീക്കിംഗ്. പിന്നെ റാംജി റാവു ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങ് പിന്നെ അവരെ വിശ്വസിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഒന്നും നോക്കിയില്ല. പിന്നെ ഒരു സോങ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആ മച്ചാനേവ സോങ് ആണ് ശരിക്കും കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു സോങ്. എപ്പോഴും പറയും, എപ്പോൾ കണ്ടാലും പറയും, ആ ഓട് പൊട്ടിയുണ്ട് വാണി നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ എന്ന് പറയും. ഓടിന്റെ പുറത്ത് തന്നെ കയറ്റിയിട്ടേ ഡാൻസ് ചെയ്യുമ്പോൾ ഓട് പൊട്ടും. ഞങ്ങളൊക്കെ താഴെ നിന്ന് പേടിക്കുക, വാണി ഒരു കൂസലും ഇല്ലാണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ പോലീസ് വേഷങ്ങളാണല്ലോ എപ്പോഴും ഇണങ്ങിയത്. എനിക്കൊക്കെ ഇപ്പോഴും ഇഷ്ടം പോലീസ് വേഷമാണ്. എനിക്ക് വേറെ ഏത് സിനിമ, എനിക്ക് വാണി വിശ്വനാഥ് എന്നുള്ള നടിയുടെ പോലീസ് വേഷം ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ വൈഫ് അതെ കേട്ടോ. എൻ്റെ വൈഫ് പറയാനുണ്ട് മണിച്ചേച്ചിയുടെ പോലീസ് വേഷങ്ങൾ എനിക്കങ്ങനെയാണോ എന്നൊക്കെ എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അത്ര ഇഷ്ടപ്പെടുന്നത്. പോലീസ് വേഷം പല രീതിക്ക് ചലഞ്ച് ആകാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫിസിക്കും അത് വെച്ചുമ്പോൾ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു അത് തന്നെയാണ് എല്ലാവരും പറയാം. ചേച്ചി ആ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ ഒരു രസം. അപ്പം അത് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ധൈര്യം. അത് എന്തും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം ആ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു ഇത് കിട്ടും. അതായിരിക്കാം എനിക്ക് തോന്നുന്നത്. അല്ല, അത്തരം ഡ്രസ് ഇട്ട് വരുമ്പോൾ നമ്മളൊരു പോലീസ് ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോലീസ് അത് തന്നെ ആകെ വ്യത്യാസമുള്ള ക്യാരക്ടറുകളായിരിക്കും. പിന്നെ ഞാൻ ഇതിനു മുമ്പ് അലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു നല്ല പോലീസ് വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതില് ഡ്രസ് ഇല്ലെങ്കിലും യൂണിഫോം ഇല്ലെങ്കിലും ആസാദിയിൽ നല്ലൊരു വേഷം. 5 ഡയലോഗ് ഉണ്ട് ഇതിനകത്ത്. തമിഴ് കലർന്ന ഒരു 5 ഡയലോഗ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എവിടെയാണ് എത്തി നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലായി. ഞാനും ശ്രീനാഥ് ബാസിയായിട്ടുള്ള ഒരു ഇതാണല്ലോ, ഒരു എന്താ പറയാ കോമ്പറ്റീഷൻ പോലെയാണല്ലോ. അതെ. ശ്രീനാഥ് ബാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഈ സിനിമ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിരിക്കും. ഉഗ്രൻ സിനിമയായിരിക്കും. അത്
നിങ്ങൾ തമ്മിലുള്ള കുറെ കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തിയേറ്ററിൽ Theatre കാണട്ടെ, അവര് കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ, കാണട്ടെ. കണ്ടിട്ട് പറയട്ടെ. അപ്പോഴും ഒന്ന് കാണേണ്ടതായി അതെ, വരും അതെ, നമുക്ക്. അതെ. സിനിമ കണ്ടിട്ടൊന്ന് കാണേണ്ടതായി വരും. അതെ 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 തീർച്ചയായിട്ടും കാണാം. ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് നല്ലൊരു നടനാണ്, നല്ല രീതിക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സെറ്റിൽ നിങ്ങൾ ഡയലോഗുകൾ പറയുമ്പോൾ എന്നോട് ഇന്റർവ്യൂവിൽ ശ്രീനാഥ് ഭാസി പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് വാണി മേഡം. ഞാൻ പല സിനിമകളും കഴിച്ചു, അവരുടെ കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റിയ എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ഇതേ ഫ്ലോറിൽ ഇരുന്ന് നടന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? എനിക്ക് എന്താ പറയുക, പുള്ളിയുടെ കൂടെ അതല്ല, പുള്ളി ഓരോ സീൻ കഴിയുമ്പോഴും അവർ പോയിട്ട് ഇങ്ങനെ മോണിറ്ററിലൊക്കെ നോക്കും. അപ്പം എന്നോട് ചോദിക്കും മോണിറ്ററിൽ നോക്കുന്ന, എനിക്ക് അറിയില്ല. ഞങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് അവിടെ ഒരു വ്യത്യാസമോ ഒന്നും വരില്ല. മേക്കപ്പിന്റെ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി, അഭിനയത്തിൽ നമുക്ക് നോക്കണ്ട. നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പുള്ളി ഓരോന്നോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിട്ട് വരുന്നിട്ട് എന്നോട് ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ഇത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അസാധ്യ ആർട്ടിസ്റ്റാണ് ഇവിടുത്തെ ന്യൂജൻ, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്ര തലമുറയുടെ കൂടെ അല്ലേ? പിന്നെ 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 അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഡയറക്ടർമാരാണെങ്കിലും പ്രൊഡ്യൂസർമാരെ തേടിയെത്തുന്നത്. അതെ 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 അതൊരു ഭാഗ്യമാണ്. പിന്നെ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ഗ്ലാമർ വേഷങ്ങൾ ചെയ്ത് ഇവിടെ ആക്ഷനിലേക്ക് വന്നു, കോമഡി സിനിമകൾ ചെയ്തു. ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. എന്നോട് ബാബുചേട്ടൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി അവിടെ പീടി മേടിക്കാൻ പോകും, അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ നിന്ന് ഇടി മേടിക്കാൻ പോകും. ആ കഥാപാത്രം മാറി ബാബുചേട്ടൻ്റെ കരിയർ തന്നെ മാറിയെന്ന് ചിന്തിച്ചു ചോദിക്കും. അയ്യോ, അതല്ലേ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമല്ലേ, അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പുള്ളി ഒരു വില്ലൻ, അങ്ങനെയാണല്ലോ കൂടുതൽ വില്ലൻ എന്നുള്ള, അതിൽ നിന്ന് പെട്ടെന്ന് കോമഡിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കാണ് അത് അത്ഭുതം. ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ പുള്ളി അമ്മയെ ചിരിപ്പിക്കലും വീട്ടിലുള്ളവരെയൊക്കെ ചിരിപ്പിക്കാനായിട്ട് എപ്പോഴും ഞങ്ങൾ ചിരി. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു കോമഡി വേഷം ചെയ്തപ്പോൾ ഞങ്ങൾക്കത് വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. ഈ സിനിമകൾ സംസാരിക്കാറുണ്ടല്ലോ വീട്ടിൽ അല്ലെ മക്കളുമായിട്ട്? സിനിമകൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. മക്കള് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? വാണി വിശ്വനാഥന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട? അത് മോന് കൂടുതൽ ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് മാനർമത്തായി ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എപ്പോഴും ആ ഒരു പാട്ട് എപ്പോഴും കാണാറുണ്ട്. എപ്പോഴും അവൾ ആ പാട്ട് കാണും കൂടുതലായിട്ട്. അവരെന്നെയാണ് ഇനി എന്താ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ വരുന്നതും അതൊക്കെ അവരെന്നെയാണ് അതിന്റെ ഒരു കാരണം. കുട്ടികൾ തന്നെയാണ് അഭിനയിക്കാതിരിക്കേണ്ട സമയമല്ല, ഇപ്പൊ അഭിനയിക്കേണ്ട സമയമാണെന്ന് കുട്ടികൾ പറയുമ്പോൾ. പിന്നെ റൈഫിൾ ക്ലബ്ബ് വന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുമ്പ് ചെയ്യായിരുന്നു, തുടങ്ങായിരുന്നു, എന്തിനു വെറുതെ വേസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു വിഷമം തോന്നി എനിക്ക്. എല്ലാവരും ഇത് പറഞ്ഞപ്പോൾ ഒരേ കാര്യം തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞത്, കുറച്ചുകൂടെ മുമ്പ് വരായിരുന്നു എന്ന്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ബാബുചേട്ടനോട് സംസാരിക്കാറുണ്ടോ? മലയാളത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൂടുതൽ ആക്ച്വലി ഈ പടം ബാബുവേട്ടനെയാണ് ഫസ്റ്റ് വിളിച്ചത്. പിന്നെ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് വിളിച്ചപ്പോൾ പുള്ളി ആഷിഖ് അബു സാർ വിളിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്നു. പിന്നെ ആഷിഖ് അബു എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറുകളെ ആരിടണം എന്ന് അതിൽ ഉസ്താദാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോ ക്യാരക്ടറുകൾ ആരിടണം, അപ്പോൾ അത് എനിക്ക് മുമ്പേ അറിയാം. പിന്നെ പുള്ളി വാണിക്ക് ഒരു ക്യാരക്ടർ എടുത്ത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല, കഥ കേൾക്കേണ്ട കാര്യമില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് സംഭവം, ചെറിയ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഓരോ ഇൻസിഡൻസ് ആണ് ആ പടത്തിലത്തെ പറഞ്ഞത്. ഞാൻ ധൈര്യമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓരോ പടങ്ങളിലെ കഥ. ഈ കഥ ശരിക്കും കേട്ടത് ബാബുവേട്ടനാണ്. നീ കേൾക്കും, നിനക്ക് ഇഷ്ടാവുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. ഈ ബാബുചേട്ടൻ ഒരു ഡയറക്ടറും കൂടെയാണ് അല്ലേ? അദ്ദേഹം ഡയറക്ടറാണ്, ആക്ടറാണ്, നിർമ്മാതാവാണ്. ബാബുചേട്ടനുള്ള ഒരു ആക്ടറെ വാണി വിശ്വനാഥനുള്ളൊരു ആരാധിക, ഭാര്യ എന്ന് മാറ്റി ആരാധിക കാണുന്നത് എങ്ങനെയാണ്? ആക്ടറിനെ കാണുന്നത് എല്ലാവരും പോലെ തന്നെയാണ്. എനിക്കിഷ്ടമാണ്, ഇഷ്ടമുള്ള ക്യാരക്ടറുകൾ. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ആയിക്കോട്ടെ, മായാമോഹിനിയൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ചിരിച്ച സമയം. എനിക്ക് കോമഡി ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. പുള്ളി കോമഡിയോട് കൂടിയിട്ടുള്ള ചില സിനിമകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കോമഡി അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. അതെ, അതായത് ഒരു ഡിഫറെൻ്റ് ഉണ്ട് മറ്റുള്ള കോമഡി ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പം മലയാളത്തിൽ കോമഡിക്ക് പഞ്ഞമില്ല, കോമഡി ആർട്ടിസ്റ്റുകൾക്ക് പഞ്ഞമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ചെയ്യുന്ന കോമഡിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതായിരിക്കാം ജനങ്ങളെയും എല്ലാവരും ആകർഷിച്ചത്. ആ ഒരു ഡിഫറെൻ്റ് ഉണ്ട് ആ കോമഡിക്ക്. സിനിമകളിലെ നല്ല വിജയകാലമാണ് ഇപ്പോൾ. നമുക്കറിയാം മലയാള സിനിമയുടെ വിജയത്തിന്റെ കാലം, വിജയത്തിന്റെ പട്ടികയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ആസാദിയും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വിജയത്തിലേക്ക് എത്തണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഹിറ്റ് അടിച്ചത് തുടരും.
എനിക്കറിയാം ലാലേട്ടന്റെ അത് പേര് തുടരട്ടെ പറഞ്ഞാൽ അങ്ങനെ. ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് ഫിസിലടിക്കുന്ന ഞാൻ ആരെയും കണ്ടു, തുടരും കണ്ടു. തുടരം കണ്ടിട്ട് ഈ തോടെയും പേപ്പറൊക്കെ വലിച്ചു കീറി ഞാൻ രജനി സാറിനാണ് കൂടുതലായിട്ട് ചെയ്യാറ്. കാരണം അവിടുത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ, തമിഴ്നാടിന്റെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. തുടരുമൊക്കെ ഞാൻ എന്താ പറയുക, എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, സാധ്യമായിട്ടുണ്ട്. മോഹൻലാലിന്റെ അഭിനയം എവിടെയും കിട്ടും. അസല് മൂവി അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്ന് യാസായി തുടങ്ങുന്ന നമ്മൾ ജയിലറിനെ കുറിച്ചാ പറഞ്ഞത്, അതെ, അന്ന് ലാലേട്ടനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോ ഇത് റിലീസ് ഒരു സിനിമ തുടർ ഹിറ്റിലേക്ക് വന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യസ്നേഹി, അതിന്റെ അപ്പുറത്തേക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതിഭയായിട്ട്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് ആള് ചെയ്തു വെച്ച ക്യാരക്ടറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി പല ജന്മങ്ങളിലും ചെയ്ത ക്യാരക്ടറുകളാണോ, പല ജന്മങ്ങളായിട്ട് ജീവിച്ച ക്യാരക്ടറുകളാണോ പുള്ളി ഇപ്പൊ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ലാലേട്ടൻ എപ്പോഴോ ജീവിച്ച ക്യാരക്ടറുകളാണോ ഇപ്പൊ അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട് ചില സമയങ്ങളിൽ. ജോർജ് കുട്ടി ആയിക്കോട്ടെ, ആടുതോമി ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല പല അവതാരങ്ങളാണ് പുള്ളിയുടെ ഈ സിനിമകളിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടതെല്ലാം മലയാള സിനിമയിൽ കിട്ടുന്നു. എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളി ഏതോ ജന്മങ്ങളിൽ ജീവിച്ച് വെച്ച ക്യാരക്ടറുകളാണ് പുള്ളി അഭിനയിക്കണേന്ന് തോന്നിപ്പോവുക. കാരണം ഇതുപോലൊരു അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റില്ല നമുക്ക്. അത്രയും തമിഴിലാണെങ്കിൽ രജനി സാർ നിൽക്കുന്നു. രജനി സാർ എന്ന് പറഞ്ഞാൽ അതൊരു മാജിക് മാൻ. എല്ലാവരും ഉണ്ട്. അതൊരു മാജിക് അല്ല, അത് എന്താണെന്നൊന്നും അറിയില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ പാണിച്ചേച്ചിക്ക് പറ്റുള്ളൂ. കാരണം ഇവിടെയും പോയി ഇവരോടൊപ്പം. അതെ 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 അതെ. എല്ലാവരുടെ കൂടി എല്ലാവരും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ, രസിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രജനി സാറിന് ഭയങ്കര ഫാനാണ്. അപ്പോൾ രജനി സാറിനെ പറ്റി പറയാൻ പറ്റും. ചിരഞ്ജീവിയുടെ കൂടെ അവിടെ അഭിനയിച്ചിട്ടുള്ള കാരണം കൊണ്ട് പറയാൻ പറ്റും. ഇവിടെ ലാലേട്ടൻ്റെ എന്താ പറയുക, അവരുടെ കൂടെ തന്നെയല്ലേ, നമ്മുടെ സിനിമയുടെ കൂടെ തന്നെയല്ലേ, മലയാള സിനിമയുടെ കൂടെ തന്നെയായിരുന്നു. മമ്മൂക്കേനെയും മോഹൻലാലിനെയും അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. മനസ്സിലില്ല, അത് മനസ്സിലില്ല. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ എനിക്ക് വേണ്ടത്ര പോലീസ് വേഷം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഏത് വേഷമായിരിക്കും ഇഷ്ടം? ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ കിട്ടി, അതില് വാണി വിശ്വ അങ്ങനെ അവിടെ സീൻ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. വാണി വിശ്വനാഥ് കഥ വന്ന് പറയാം, മോഹൻലാലിന്റെ സിനിമയാണ് കേട്ടോ, കഥയൊന്നും പറഞ്ഞില്ല. എന്താണ് വാണി വിശ്വനാഥ്? അല്ല, അവര് എനിക്കെന്ന് പറഞ്ഞ എന്തെങ്കിലും എഴുതിയിട്ടില്ല എന്ന് കൂട്ടി, എഴുതിയിട്ടില്ല. ഞാൻ വരുവാണ്, ഞാൻ ഡയറക്റ്റാണ്, ലാലേട്ടന്റെ സിനിമയാണ്, എനിക്ക് വാണി ചേച്ചി അഭിനയിക്കണം. ഏത് ക്യാരക്ടർ വേണം? ഒരു ക്യാരക്ടർ എനിക്കിഷ്ടം, ഇങ്ങനെ അഭിനയിക്കണം. എനിക്ക് ലാലേട്ടനെ എതിർക്കുന്ന പോലത്തെ ക്യാരക്ടർ മതി. അല്ല, സന്തോഷമായിട്ട് പോകുന്ന ക്യാരക്ടറിന് ഞാനും വേണ്ട അവിടെ. പുള്ളിയായിട്ട് എതിർക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, പുള്ളിയുടെ ഒരു വില്ലി ആവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ക്യാരക്ടറുകൾ ചെയ്യാൻ. അപ്പോൾ പിന്നെ എനിക്ക് ലാലേട്ടനെ എതിർക്കുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ. എഴുതിയിട്ടില്ലല്ലോ, എഴുതട്ടെ, അങ്ങനെ എഴുതട്ടെ. പക്ഷെ അതൊക്കെ ഉണ്ടാകും കേട്ടോ, വൈകാതെ ഉണ്ടാകട്ടെ, മാറ്റമില്ല. എന്താ വാണി ചേച്ചി വരാതിരുന്നത് കൊണ്ടായിരുന്നു സിനിമ ഇല്ലാതെ. വന്നു കഴിഞ്ഞപ്പോൾ കൈനിറയെ സിനിമകൾ വരുന്നുണ്ട് അല്ലേ, സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്, നല്ല കൃത്യമായിട്ട് സെലക്ട് ചെയ്താലോ സിനിമയിലേക്ക് വരാറുള്ളൂ. അങ്ങനെയില്ല, എൻ്റെ ഇഷ്ടവും ഓഡിയൻസിന്റെ ഇഷ്ടവും ഒന്നും ഞാൻ വെച്ച് നോക്കാറുണ്ട്, അങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളൂ. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ മലയാള സിനിമയ്ക്കാണെങ്കിൽ കുറച്ച് ഡേറ്റുകൾ മതി, തെലുങ്കിലൊക്കെ പോയാൽ കുറേ ദിവസങ്ങൾ പോകും, പിന്നെ തമിഴിലാണെങ്കിൽ പോകും. അപ്പം പല സിനിമകളും നഷ്ടപ്പെടാറില്ലേ? അപ്പോൾ ഞാനൊരു തെലുഗു മൂവി ചെയ്തിരുന്നു, അതിന് ഒരുപാട് നാൾ പിടിച്ചു. അതൊരു പൊളിറ്റിക്സ് മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് ചില പടങ്ങളൊക്കെ ചിലപ്പോൾ മിസ്സാവാറുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് പറ്റിയ ക്യാരക്ടറാണെങ്കിൽ ഒരിക്കലും വിടില്ല. ചിലപ്പോൾ നമുക്ക് ക്യാരക്ടറുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് അതങ്ങനെ പോയിക്കോളും, തള്ളിപ്പോയിക്കോളും. ഇപ്പൊ ഒത്തിരി പുതുമുഖ നായികമാർ വരുന്നുണ്ട് മലയാളത്തിൽ, കുറേ കുട്ടികൾ വിസ്മയിപ്പിക്കുന്ന നായികമാരുണ്ട്. ആ സിനിമകളൊക്കെ കാണുമ്പോൾ, ആ സിനിമകളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്, സിനിമകളെല്ലാം കാണുന്നതാണ്. ആ സിനിമകൾ കാണുമ്പോൾ നമ്മളൊക്കെ പണ്ട് ചെയ്ത കഥാപാത്രങ്ങൾ വേറെ രീതിക്ക്, ഇപ്പോൾ വരുന്ന നാടൻ സ്റ്റൈലിൽ കുട്ടികൾ വരുന്നു, ഡാൻസ് ആയിട്ട് വരുന്നു, പാട്ടായിട്ട്. ജനങ്ങൾ മാറി തുടങ്ങിയല്ലേ, അവർ എന്താണ് പുതിയതെന്ന് ആലോചിക്കാൻ തോന്നി. ഒരു മാറ്റം, ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോഴത്തെ നായികമാരും ഓരോരുത്തരും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മളും ശ്രമിക്കുന്നു. ഒരു അമ്മ വേഷം കിട്ടിയാൽ, ഒരു അമ്മ വേഷം, ഒരു വലിയൊരു സിനിമയിൽ അമ്മ വേഷം കിട്ടുമ്പോൾ അത് വാണി വിശ്വനാഥ് എന്നുള്ള ഒരു ആക്ടറിന് അമ്മ വേഷം എങ്ങനെ ഫലിപ്പിക്കാമെന്ന് തോന്നുന്നു?
അത് ഫലിപ്പിക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ, ഞാനൊരു അമ്മയല്ലേ. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല. പക്ഷെ അത് ആ ഒരു ക്യാരക്ടറിൽ ഉണ്ടായിരിക്കണം എന്തെങ്കിലും, അല്ലാതെ വെറുതെ ഒരു അമ്മ വേഷം പോയി ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. ആ അമ്മയായിരിക്കണം അതിലത്തെ ഒരു ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കഥകൾ സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടപ്പെടുന്ന കഥയിലേക്ക് പോകുന്നു. പക്ഷെ കഥകൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അത് എപ്പോഴും സെലക്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിലവർക്ക് വേണ്ടി ചില പടങ്ങൾ ചെയ്യും. ഒരു നല്ല ഹീറോ ആകുമ്പോൾ ചെയ്യാറുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ക്യാരക്ടറുകൾ നോക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടായിരിക്കും പടം എടുക്കുന്നത്, വാണി വന്ന് ഇതിൽ അഭിനയിച്ച് തരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഭിനയിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പോയി. അന്നൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്യാരക്ടറാണ് മെയിനായിട്ട് നോക്കുന്നത്, അത്രയേ ഉള്ളൂ. അന്നൊക്കെ എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാം. നമുക്ക് നല്ല നമ്മുടെ ക്യാരക്ടർ ചിലപ്പോൾ നന്നായിരിക്കില്ല, പക്ഷെ ഒരു നല്ല ഹീറോൻ്റെ കൂടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറെ കൂടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും ഒരു പടം എടുക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു തരാൻ പറയുന്നു. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചില പടങ്ങൾ, അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പടങ്ങൾ. ഇന്ന് പറയുമ്പോൾ ക്യാരക്ടർ വിട്ടുള്ള ഒരു കളിയില്ല. അതാണ് ക്യാരക്ടർ തന്നെയാണ്. കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് പടം ചെയ്ത് കൂട്ടണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആഗ്രഹമില്ല. നമുക്ക് നല്ല പടങ്ങൾ വന്നാൽ ചെയ്ത് വർഷത്തിൽ ഒരു പടം ചെയ്താൽ മതി, അങ്ങനെ അങ്ങനെയുള്ളൂ. ഈ പണ്ടത്തെ കാലം പറഞ്ഞപ്പോഴാണ്, പണ്ട് സിനിമയിൽ നിന്നും സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ്, ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്ര. അന്ന് ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല, ആളുകൾ ചോദിച്ച് പോകണം. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ആ കാലഘട്ടം വലുതായിട്ട് മാറി. നമുക്കൊരു സിനിമ കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാവുന്ന രീതിയിലേക്ക് എത്തി, അല്ലെങ്കിൽ മെട്രോയിൽ പോകാം, ബ്ലോക്ക് ആണെങ്കിൽ പല രീതിക്ക്. അന്നത്തേലും കൂടുതൽ സിനിമ മാറിയപ്പോൾ അന്ന് കുറെ സുഹൃത്ത് വലയമുണ്ടായിരുന്നു. നമ്മളൊരു സൗഹൃദം ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ അത് മാറ്റിമറിച്ചു. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിറ്റ്ലറിന്റെ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ശോഭന, സുചിത്ര, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുജി, അങ്ങനെ ചിപ്പി, എല്ലാവരും ഉള്ള അവിടെ നിന്ന് ഞങ്ങൾ കഥകളും പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ടിരുന്ന ആ ഒരു ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് ചാടി വന്ന പോലെയാണ്. കാരണം അവിടെ കാരവണോ ഒന്നുമില്ലാതെ ഞങ്ങൾ ആ ഒരു കാട്ടിൽ ഷൂട്ടിങ് ഫുള്ള് ഇതുപോലെ അന്താക്ഷരി, ഇപ്പോൾ ജോക്ക് പറയില്ല, അത് അതേപോലെ തന്നെ. അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണെന്ന് തോന്നുന്നു എനിക്ക് പറയാനായിട്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു കാരവണും ഇല്ല, ആരും ഇല്ലാതെ. ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടി റൈഫിൾ ക്ലബ്ബ് ചെയ്യാനായിട്ട്. അത് അങ്ങനൊരു പടമായി മാറി. കാരണം എല്ലാവരുമായിട്ടുള്ള ഒരു, ഈ പറഞ്ഞ പോലെ ആ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ശോഭന, ഇവരെല്ലാവരുമായിട്ട് വലിയ ആത്മബന്ധമുള്ള തുടരുന്ന ശോഭന. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുന്ന 50ഓളം സിനിമ ഇവർ ഒരുമിച്ചായിട്ട് പിന്നെ ഒന്നിക്കുന്ന ഒരു സിനിമ. അത്തരം ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല വാണി ചേച്ചിക്ക്? നമ്മൾ ചെയ്തു വെച്ച കുറെ ആളുകളുണ്ടല്ലോ, അവരോട് കൂടെ വീണ്ടും ഒന്ന് ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരുമായിട്ടായിരിക്കണം? മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാരക്ടർ നന്നായാൽ നമുക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കാനായിട്ടും ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴുള്ള ന്യൂജൻ പിള്ളേരുടെ കൂടെ എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. അതെ, തുടങ്ങിയത്. ഇനി അങ്ങനെ സിനിമകൾ വരും, എന്തായാലും വരും. സിനിമ അഭിനയിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചേക്കുന്ന ആളാണ്, അങ്ങനെ ഉറപ്പിച്ചിറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ബാബുച്ചോടേയും ചോദിച്ചു, നമ്മളാരും തടസ്സം നിന്നേക്കണല്ലോ കേട്ടോ. എന്നോട് പറയും, മോളെ സ്കൂളിൽ കറക്റ്റ് വരണം, അത് വിളിച്ചോണ്ട് വരണം, അതൊക്കെയാണ് വാണി ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അഭിനയിക്കും. ഇപ്പൊ ഇനി ഇറങ്ങി തുടങ്ങിയാൽ അഭിനയിക്കും. മോളൊക്കെ വേറെ രീതിക്ക് വളർന്നു പോയിട്ടുണ്ട്, വേറെ പഠിക്കാൻ പോയിട്ടുണ്ട്. എപ്പോഴും പറയാം, ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ടാ പറഞ്ഞത്. ഈ മലയാള സിനിമയും തമിഴ് സിനിമയും ഒക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. തമിഴിൽ നിന്നും മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് അന്നത്തെ സമയങ്ങളിൽ യാത്ര ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ തമിഴിൽ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ സിനിമയുടെ ഡേറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നം വരാറുണ്ട്. അന്ന് ഒത്തിരി ഡേറ്റ് അവിടെ കൊടുക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ മാറിപ്പോയത് അധികം ഓർമ്മയുണ്ടോ? മാറിപ്പോയതൊക്കെ ഉണ്ട്, മാറിപ്പോയ സിനിമകളുണ്ട്. പക്ഷേ ഞാൻ മലയാളത്തിൽ വന്നതിന് ശേഷം കൂടുതൽ 1-2 പടങ്ങളാണ് വെളിയിൽ ചെയ്തത്. ഇപ്പോൾ തെലുങ്കിൽ അഭിനയിക്കാൻ പോയി ഫുൾ അവിടെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് മലയാള പടങ്ങളൊക്കെ വന്നിട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. മലയാള പടങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ തെലുങ്ക് തന്നെയാണ്. പിന്നെ മലയാളം വന്നപ്പോൾ മലയാളം തന്നെയാണ് കൂടുതൽ. ഏതോ ഒരു പടം 1-2 പടം തമിഴ് ചെയ്തു, അതിൻ്റെ ഇടയിൽ പോയിട്ട് 2-3 പടം തെലുങ്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഡേറ്റിൻ്റെ അങ്ങനെയൊന്നും ക്ലാഷ് വന്നിട്ടില്ല.
തൃശ്ശൂരാണ് വീട്, തൃശ്ശൂരാണ് കുടുംബ വീടൊക്കെ ഇവിടെയാണ്. ഈ സമയങ്ങളൊക്കെ എപ്പോൾ സമയം കിട്ടിയാലും തൃശ്ശൂർ വരാറുണ്ടെന്ന് എനിക്കറിയാം. എനിക്കറിയാം എപ്പോൾ സമയം കിട്ടിയാലും വരുമെന്ന് അറിയാം. തൃശ്ശൂർ നമ്മളെ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ കളിക്കൂട്ടുകാർ എപ്പോഴും ഉള്ളവരൊക്കെ, അവരൊക്കെ ആയിട്ടൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ഇല്ല, എപ്പോഴും വിളിക്കുമോ അവർ, ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. മുമ്പ് ഇവിടെ ഞാൻ കുറവല്ലേ, കൂടുതൽ ചെന്നൈയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെന്നൈയിൽ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്, ഫ്രണ്ട്സ് വളരെ കുറവാണ്, വളരെ കുറവാണ്. ഏതെങ്കിലും ഒരാളൊക്കെ ഇല്ല, വളരെ കുറവാണ്. എപ്പോഴെങ്കിലും ഇതുപോലെ ഇപ്പോൾ സുചിത്രയെ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവരുള്ളൂ. അതും ഇപ്പോൾ സുജി തന്നെ എന്നെ ഒരുപാട് നാളിന് ശേഷമാണ് വിളിക്കുന്നത്, ഈ റൈഫിൾ ക്ലബ്ബ് കണ്ടിട്ട്. ഞാൻ ഒരു പഴയ കൂട്ടുകാരിയാണ് കേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, പഴയ കൂട്ടുകാരി പുതിയ കൂട്ടുകാരില്ല, കൂട്ടുകാരി തന്നെ എല്ലാവർക്കും, അങ്ങനെയെന്ന് പറഞ്ഞു. ഈ പണ്ടൊക്കെ അഭിനയിക്കുമ്പോൾ പല രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, മമ്മൂക്കായുടെ അടുത്തുള്ള മുഹൂർത്തങ്ങൾ. അങ്ങനെ ഈ പല ആളുകളിൽ നിന്നും പല സ്ത്രീകളിൽ നിന്നുമുള്ള സംസാര രീതികളുണ്ടാകും, മുഹൂർത്തങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന. അങ്ങനെ ഒരു ഉപദേശവും നമ്മുടെ ഒരു തമാശയും കൗതുകവും തോന്നിയിരിക്കുന്ന സംസ്ഥാനം ഏതായിരിക്കും? പണ്ട് ലൊക്കേഷനിൽ ഇപ്പോൾ സുചിത്രയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ കുറേ പേരെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു എപ്പോഴും ഓർത്ത് വയ്ക്കാം, പിന്നെയും ചിന്തിക്കുമ്പോൾ നമുക്ക് അന്നാ പറഞ്ഞ കാര്യം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ഒന്നും ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. സിനിമ എന്ന് പറയുന്നത് തന്നെ എല്ലാം ആലോചിച്ച് വയ്ക്കാനുള്ള സംഭവം തന്നെയല്ലേ. അപ്പം അങ്ങനെ ഒരു ഓർമ്മ പെട്ടെന്ന് കിട്ടുന്നില്ല. എല്ലാവരുമായിട്ട് ഭയങ്കര ഇത് തന്നെയാണ്. സിനിമകൾ മാറി അല്ലേ? നേരത്തെ പറഞ്ഞ സിനിമകൾ, പാട്ടുകളുടെ എണ്ണം കൂടി. പണ്ട് പാട്ടുകളുടെ എണ്ണം ഒത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പാട്ടുകൾ ഇല്ലാതെ, പിന്നെ ഇപ്പോൾ പാട്ടുകളുടെ എണ്ണം കൂടി. ഈ ചില പാട്ടുകൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ആയിരിക്കില്ല, ഒരു പാട്ടങ്ങ് വെക്കുന്നു, ബിസിനസ്സിന് വേണ്ടി വെക്കുന്ന രീതിയിലേക്ക് സിനിമയിലെ പാട്ട് ഉണ്ടായിരിക്കില്ല, സിനിമയിൽ ഉണ്ടായിരിക്കില്ല. അങ്ങനെ പാട്ടുകൾ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ സിനിമയിൽ ഉണ്ടാകണമെന്നില്ല. അത്തരം ഒരു രീതികൾ എനിക്ക് തോന്നുന്നു പാട്ടിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അത്തരം രീതിയോടെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാനിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടില്ലല്ലോ അങ്ങനെ. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം അറിയില്ല. എനിക്ക് നല്ല പാട്ടുകളായി ഉൾപ്പെടുത്താം. പിന്നെ കഥ അത്രയും വെയിറ്റുള്ള കഥ ഉണ്ടെങ്കിൽ അതിൽ പാട്ടിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പോലീസ് സബ്ജക്റ്റുകൾ പല രീതിക്ക് വരാറുണ്ട്, പോലീസ് സ്റ്റോറികൾ ഒത്തിരി. ഇപ്പോൾ ദൃശ്യം തന്നെ പറയുമ്പോൾ നമുക്ക് പോലീസുമായിട്ട് അങ്ങനെ ഒത്തിരി പോലീസ് സ്റ്റോറികൾ വരാറുണ്ട്. ജീവിതത്തിൽ പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും? നമ്മൾ ചെയ്തു വെച്ച കഥ എനിക്കൊന്ന് പോലീസായി ഒന്ന് ശരിക്കും നാട്ടിൽ ഇല്ല. എനിക്ക് ഒരു പക്ഷേ ഞാൻ പോലീസ് ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്ത കാരണം കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇല്ല. പക്ഷേ എനിക്കെന്തോ ഒരു സ്കൂൾ ടീച്ചർ ആവാനൊരു ചെറുപ്പം മുതൽ. നമുക്ക് സാധാരണ ഒരു നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവരുടെ മനസ്സിലും അതിനുശേഷം ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് നമ്മുടെ ഒരു ആഗ്രഹം ഒരു സ്കൂൾ ടീച്ചർ ആവണം തന്നെ. അത് തന്നെ ഇപ്പോഴും ഉള്ളൂ എനിക്ക്. ഇപ്പോഴും ഒരു ആഗ്രഹം സ്കൂൾ ടീച്ചർ ആവാനാണ് ആഗ്രഹം. മക്കളോട് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അവരൊക്കെ ഒരു 10th ശേഷമാണ് അവൾക്ക് ഈ മെഡിസിനോടുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ആക്കിയെന്നുള്ളൂ. മോളെ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇനി അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അഭിനയിച്ചോട്ടെ. നമുക്ക് എനിക്ക് ഒരു എതിരുമില്ല. അഭിനയം താല്പര്യമുണ്ടോ? സ്കൂളിലൊക്കെ അവൾ അഭിനയിച്ചിട്ടുണ്ട്. അവൾ ശിവാജിയുടെ ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് അവള് ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയൊരു തലയിൽ ഭാരമല്ലേ, മെഡിസിൻ്റെ ഭാരം ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പം അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി അവൾ അഭിനയിക്കുന്ന വെച്ചാൽ അഭിനയിച്ചോട്ടെ. ഏറ്റവും ബാബുച്ചേട്ടനും നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ നമുക്ക് വേണം. വരട്ടെ. അങ്ങനെ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവിടെയും നേരത്തെ പറഞ്ഞ എതിർത്തുള്ള ഒരു ക്യാരക്ടർ പാടും. അത് മാത്രമേ പാടുള്ളൂ. നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ്, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അത് ഗംഭീരമാവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടോ. എതിർത്തുള്ള കഥാപാത്രം, നിങ്ങളുള്ള ഫൈറ്റ് എന്തായാലും ഏറ്റെടുക്കും മലയാളികൾ. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ചില സിനിമകൾ അങ്ങനെയാണല്ലോ, ആളുകൾ ആഗ്രഹിക്കുക. ഇപ്പം നേരത്തെ ബാബുച്ചേട്ടൻ വേറെ രീതിക്ക് മാറി കോമഡിയിലേക്ക് വന്നു, വീണ്ടും സീരിയസ് കഥ. എനിക്ക് ബാബുച്ചേട്ടൻ്റെ ഒരു സിനിമ കൂതാശ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന കഥാപാത്രവും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന, അതൊക്കെ തിയേറ്ററിൽ അത്ര സക്സസ് ആവില്ല. അങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ OTT-ലേക്ക് വരുമ്പോൾ അങ്ങനെ എത്രയോ സിനിമയുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം കൂടിയാണ് ബാബുച്ചേട്ടൻ എന്നുള്ള കാര്യത്തിൽ. ബാബുരാജ് എന്നൊരു വ്യക്തി ഏറ്റവും പോസിറ്റീവ് കാണുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം പല പോസിറ്റീവുകളും കണ്ടതുകൊണ്ടാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. പോസിറ്റീവ് കാരണം മറ്റുള്ളവർക്ക് തോന്നുന്നതായിരിക്കില്ല നമ്മുടെ കണ്ണിൽ കാണുന്നത്. മറ്റുള്ളവർക്ക് നെഗറ്റീവായി തോന്നുന്നതായിരിക്കാം പുള്ളിയുടെ ചിലപ്പോൾ പോസിറ്റീവ്. അതായിരിക്കാം.
ഫുഡിന് നല്ല പ്രിയനാണ്. ഭയങ്കര. ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്തു. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഫുഡ് പ്രിയനാണ്. വാണി വിശ്വനാഥ് എന്ന ഭാര്യ ഏത് ഫുഡാണ് സാധാരണ കൊടുക്കാറ്? ഇല്ലേ, പുള്ളിക്ക് ചിലപ്പോൾ സാധാരണ വല്ല മുട്ട ബുൾസൈ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് എളുപ്പമുള്ളത് ഞാൻ വേഗം ചെയ്തു കൊടുക്കും. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. പിന്നെ കൂടുതൽ പുള്ളിയാണ് എനിക്ക് ചെയ്തു തരിക. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ അങ്ങനെയുള്ള മൊത്തം പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്യുക. ഞാൻ പുള്ളിക്ക് ചെയ്യുന്നത് കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ആസാദി ഒരു സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് 23-ാം തീയതി നമ്മൾ കൊടുക്കുകയാണ്. വാണി വിശ്വനാഥ് എന്ന വ്യക്തിയെ സ്നേഹിച്ച ഒത്തിരി പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരുടെ അടുത്തേക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് ഒരിക്കലും അതൊരു ഈ ഒരു ക്യാരക്ടർ നന്നില്ല എന്ന് അവരൊരിക്കലും പറയില്ല. വാണി ചേച്ചിക്ക് പറ്റിയ വേഷം എന്ന് തന്നെയാണ് പറയുള്ളൂ. അത് തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അവരിഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. 23-ാം തീയതി നമുക്ക് കാത്തിരിക്കാം. ഈ സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ. എനിക്ക് വീണ്ടും 2ാം തവണയും ആസാദിയുടെ തുടക്കത്തിൽ തുടങ്ങി റിലീസിന്റെ സമയത്ത് ഇനി ഇതിന്റെ 3-ാം പ്രാവശ്യം ഹിറ്റിന് സൂപ്പർ ഹിറ്റ് ദിവസം വീണ്ടും നമ്മളിരിക്കും, സിനിമ കണ്ടിട്ടിരിക്കും. ഒത്തിരി സന്തോഷം ചേച്ചി. ഞാൻ അന്നും വിളിച്ചു, അന്ന് വരുമെന്ന് പറഞ്ഞു, അന്ന് ഞാൻ വിളിച്ചാണ്. ഒത്തിരി സന്തോഷം. ഓക്കെ അല്ലേ? ഒന്നുമില്ലല്ലോ, ഒരു വിവാദം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എന്ത് വിവാദം? ഒന്നുമില്ലല്ലോ. വിവാദം ചോദിച്ചാലും എനിക്ക് ഒന്നും അറിയില്ല. നല്ല രീതിക്ക് പോയി. ഒരൊറ്റ കാര്യം ചോദിച്ചാൽ, വിവാദമല്ല, രാഷ്ട്രീയത്തിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പില്ല, ആലോചിച്ചിട്ടില്ല. ഒരിടയ്ക്ക് വലിയ ചർച്ച നടന്നു. ഉണ്ടായിരുന്നു, തെലുങ്കിലേക്കായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിരുന്നു NG രാമറാവ് സാറിന്റെ. ഇല്ല, ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് സിനിമയിൽ തന്നെ ഇരിക്കാം. നമുക്ക് സിനിമ മതി. നമുക്ക് സിനിമയിലേക്കുന്നത് നമുക്കും ഇഷ്ടം. അതെ, ഞാനൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം. മലയാള സിനിമയിൽ കാലുറപ്പിച്ച് നിൽക്കാം. ആസാദിക്ക് ശേഷം കൂടുതൽ സിനിമകൾ വരട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.